നമസ്കാരം. ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രസംഗങ്ങളുടെ പിന്നിലെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരഞ്ഞെടുത്ത മാർഗത്തിൻ്റെ കാരണം കാണിക്കാനാണ്. ഈ ബുദ്ധധർമ്മം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളൊരു മതമായിട്ട് കാണേണ്ടതില്ല. ഇത് ബുദ്ധൻ്റെ സത്യാന്വേഷണമാണ്. എൻ്റെ ഗുരു എന്നും പറയാറുണ്ട്, ഞാനൊരു ബുദ്ധ സന്യാസിയല്ല, പക്ഷേ ഒരു ശാസ്ത്രജ്ഞനാണ്. അതേപോലെ ഞാനും ഒരു ആത്മീയ വിദ്യാർത്ഥിയല്ല, പക്ഷേ ഒരു ഗവേഷകനാണ്. എന്നാൽ എൻ്റെ ഗവേഷണം സത്യത്തെ തേടി ഉള്ളതാണ്. ആ സത്യത്തിലൂടെ പരമാനന്ദം നേടുകയാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ തിരഞ്ഞെടുത്ത ഈ മാർഗം എൻ്റെ ബോധപൂർവമായ തീരുമാനമാണ്. കാരണം ചെറുപ്പം മുതൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ യുക്തിപൂർവമായി ചിന്തിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തിരഞ്ഞെടുത്ത ഈ മാർഗത്തിൽ എനിക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളിൽ നിന്നും ഒരു വിധത്തിലും വ്യത്യസ്തനല്ല. ഞാനും ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾ പോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും ഗുരുക്കന്മാരെയും ബന്ധുക്കളെയും വളരെ സ്നേഹിക്കുകയും അതിലുപരി ബഹുമാനിക്കുകയും ചെയ്യുന്നു. നമ്മൾ പല കാര്യങ്ങളിലും ഒരേപോലാണ്, പക്ഷേ എല്ലാത്തിലുമല്ല. കാരണം എനിക്ക് എൻ്റെ ജീവിതം 100% അനുഭവിക്കണം. ഞാൻ വിചാരിക്കുന്നത് ജീവിതം നമുക്ക് ഇത് മാത്രമല്ല, പക്ഷെ ഒരുപാട് കാര്യങ്ങളുണ്ട് തരാനെന്നാണ്. നമ്മുടെ ജീവിതം വളരെ അമൂല്യമാണ്. അത് നിസ്സാരമായി ജീവിച്ച് കളയേണ്ടതല്ല. നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ജീവിതം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഒരു നല്ല ജീവിതത്തിൽ ദുഃഖം, സങ്കടം, കുറ്റബോധം ഒരിക്കലും വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ നല്ല പണമുള്ളവരും ജീവിതത്തിൽ നല്ല വിജയം നേടിയവരും എപ്പോഴും സന്തോഷത്തോടെ അല്ലേ ഉള്ളത്? ഒരിക്കലുമല്ല. അവർക്കും ദുഃഖവും ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സന്തോഷവാനായ ഒരു മനുഷ്യനാണ് ജീവിത വിജയി. ഒരാൾക്ക് വളരെയധികം പണവും സമ്പത്തും ഉണ്ടായിട്ടും അയാൾ സന്തോഷവാനല്ലെങ്കിൽ അയാൾക്ക് എന്തെല്ലാം ഉണ്ടായിട്ടും എന്താണ് കാര്യം? അതാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബുദ്ധിസത്തെ പറ്റിയും പുനർജന്മത്തെ പറ്റിയും ഒക്കെ എല്ലാം എന്ന്. പക്ഷേ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് നമ്മുടെ ഈ ജീവിതം എങ്ങനെ 100% ജീവിക്കണം എന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം തേടുന്നത് ഒരു കാര്യമാണ്, സന്തോഷം. കുടുംബം, പണം, സമ്പത്ത്, സിനിമ, പാർട്ടി, ടൂർ, ഇതിലൂടെയല്ല നമ്മൾ സന്തോഷമാണ് തേടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 40, 50, 60 വയസ്സായാലും ഇപ്പോഴും
ആ സന്തോഷത്തെ തന്നെ തേടിക്കൊണ്ടിരിക്കുന്നു. സന്തോഷം എന്ന് പറയണത് നമുക്ക് സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് സംഭവങ്ങളെ നമ്മൾ എങ്ങനെ അനുഭവിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങളൊരു സന്യാസിയോ ഭിക്ഷുവോ ആവാൻ ആവശ്യമില്ല. ഒരു അമ്പലത്തിലോ ആശ്രമത്തിലോ ജീവിക്കാനും ആവശ്യമില്ല. സന്തോഷം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട്. നമ്മൾ അതിനെ മനസ്സിലാക്കിയാൽ മതി, അതിനെ അറിഞ്ഞാൽ മതി. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പൂർണ്ണതയോടെ ജീവിക്കാൻ കഴിയും. നന്ദി, നമസ്കാരം.